രാവിലെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് പിള്ളേരെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു കട്ടനെടുത്ത് നമ്മുടെ ഹോളിൽ വന്നിരുന്ന് ഇങ്ങനെ നെടുശ്വാസമൊക്കെ വിട്ട് അങ്ങനെ കട്ടൻ കുടിക്കുന്നതിൻ്റെ ഒരു സുഖമില്ലേ? നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അങ്ങനത്തെ ഒരു സുഖം? സൂപ്പറാണ്. പണിയെല്ലാം തീർന്ന് പിള്ളേർ പോയി, അടുത്തത് നമ്മൾ ജോലിക്ക് പോകണം. എന്നാലും അതിൻ്റെ ഒരു ആശ്വാസം ആസ്വദിക്കുന്നത് ഈ കട്ടനിലാണ്. രാവിലെ എഴുന്നേറ്റുള്ള കട്ടൻ അല്ലെങ്കിൽ ചായ എത്ര പേര് സ്ഥിരമാക്കിയിട്ടുണ്ട്. അതില്ലാതെ പറ്റത്തില്ല എന്ന് പറയുന്ന എത്ര പേരുണ്ട്? താഴെ കമൻറ്റ് ചെയ്യണേ. എനിക്കൊട്ടും പറ്റത്തില്ല. ഒന്നീ ചായ വേണം, അല്ലെങ്കിൽ കട്ടൻ വേണം. ഈ ഡിസംബർ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? ചുണ്ടും എല്ലാം ഡ്രൈ ആയി. എറണാകുളത്താണ്, അത്ര വലിയ തണുപ്പില്ല, എന്നാലും ഇങ്ങനെയാണ്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ, പീരുമേട് പോയി കഴിഞ്ഞാൽ ഡിസംബറിലൊക്കെ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഈ മൂക്കിൻ്റെ ഇവിടെ എല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. എന്നിട്ട് തൊലിയൊക്കെ പൊന്തും. ഒരു കുരു വന്നിട്ടുണ്ട്, നല്ല വലിയ കുരു. വയസ്സ് ഇത്രയായി, പിന്നിട്ട് കുരു വരുന്നത് നിൽക്കുന്നില്ല. അപ്പോൾ ഡിസംബർ മാസം ഇച്ചിരി തണുപ്പും നല്ല ഒരു തണുത്ത കാറ്റും ഉണ്ട് രാവിലെ. അപ്പം ഞാനിങ്ങനെ വേണ്ട, അപ്പോൾ അതും കാറ്റൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇരുന്ന് ഇങ്ങനെ കട്ടൻ കുടിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഗുഡ് മോർണിംഗ്. എത്ര നേരമായി എന്തൊക്കെ സംസാരിച്ചിട്ടായി ഗുഡ് മോർണിംഗ് പറയണേ അല്ലേ? തിരിച്ചൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞേക്കെ. എന്നാൽ ബൈ.